വയനാട്ടിലെ മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലെ സമീപ പ്രദേശങ്ങളിലെല്ലാം പുലർച്ചെ നിർത്താതെ മുഴങ്ങിയ ഫോൺ കോളുകളെല്ലാം സഹായം തേടിക്കൊണ്ടുള്ള നിലവിളികളായിരുന്നു. ഉറക്കത്തിനിടെ നിലച്ചിരിക്കാതെ മരണദൂതുമായി കുതിച്ചെത്തിയ മലവെള്ളത്തിൽപ്പെട്ട ആളുകൾ മൊബൈൽ ഫോണുകളിൽ കണ്ണിൽ കണ്ട നമ്പറുകളിലെല്ലാം സഹായം തേടി വിളിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അറിയും മുമ്പേ നിരവധി ആളുകൾ വെള്ളത്തിലൊലിച്ചുപോയി. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും വീടുകളിലും കുടുങ്ങിയവർ രക്ഷ തേടി പരക്കെ വിളിക്കുകയാണ്. ഇന്നലെ രാത്രി വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഉള്ളുപൊട്ടുകയാണ് കേരളം. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ ഇപ്പോഴും 250ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. കുന്നിന്റെ മുകളിലും റിസോർട്ടിലുമായി ഇവർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരിൽ വിദേശികളും ഉൾപ്പെടുന്നു. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇതോടെ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടു. വ്യോമസേന സുലൂരിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി അയച്ചിരുന്നെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് എയർലിഫ്റ്റിംഗിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മുണ്ടക്കൈയിൽ മാത്രം 100ഓളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചത്. NDRFന്റെ 5 പേരടങ്ങുന്ന ചെറു സംഘത്തിന് മാത്രമാണ് ഇതുവരെ മുണ്ടക്കൈയിലെത്താനായത്. പുഴയ്ക്ക് കുറുകെ കിട്ടിയ വടത്തിലൂടെയാണ് ഉദ്യോഗസ്ഥർ പുഴ കടന്ന് അക്കരെ എത്തിയത്. ഇവിടുത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് കോഴിക്കോട് നിന്നുള്ള 150 അംഗ സൈനിക സംഘം ചൂരൽമലയിലെത്തി. ഇവർ മുണ്ടക്കൈയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള സാധ്യതകൾ തിരയുകയാണ്. പലയിടത്തും പാറക്കല്ലുകളും ചെളി നിറഞ്ഞ മലവെള്ളപ്പാച്ചിന്റെ അവശേഷിപ്പുകളും മാത്രം. അപകടമുണ്ടായി 11 മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈയിലേക്ക് എത്താനായത്. കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോറിലെ 160 പേരടങ്ങുന്ന സംഘവും ബംഗളൂരുവിൽ നിന്ന് സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും വയനാട്ടിലെത്തും. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളാണ് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കുക. രക്ഷാപ്രവർത്തനത്തിന് ഡ്രോണുകളും പോലീസ് നായകളെയും ഉപയോഗിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പോലീസിന്റെ ഡ്രോണുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്ക്വാഡും എത്തും. വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നതും മഴ തുടരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. അതിനിടെ മുണ്ടക്കൈയിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായതായി സംശയമുയർന്നു. മുണ്ടക്കൈ പുഴയെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് പ്രദേശത്ത് നിന്ന് ജനങ്ങളെ അധികൃതർ അടിയന്തരമായി ഒഴിപ്പിച്ചു. അനാവശ്യമായ ആളുകൾ ദുരന്ത സ്ഥലത്തേക്ക് എത്തരുതെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിന്റെ തീരത്ത് മൃതദേഹങ്ങൾ ഒഴുകിയെത്തി. നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി 19ഓളം പേരുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇരുട്ടുകുത്തി ഭാഗത്തു നിന്ന് പുഴയിൽ നിന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെത്തി. മുണ്ടക്കൈയിൽ നിന്ന് പുഴ ഒഴുകിയെത്തുന്നത് ചാലിയാറിലാണ്. രാവിലെ പുഴയുടെ പലയിടങ്ങളിലും വേറെയും സ്ഥലത്ത് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതായി നാട്ടുകാർ പറയുന്നു. ഒരു കുട്ടിയുടേതുൾപ്പെടെ 6 പേരുടെ മൃതദേഹം രാവിലെ തന്നെ കണ്ടെടുത്തു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാണെന്നാണ് നിലവിലെ നിഗമനം. വയനാടിന്റെ അതിർത്തി മേഖലയാണ് പോത്തുകൽ. ചാലിയാർ വനത്തിലൂടെ ശക്തമായ ഒഴുക്കിൽ മൃതശരീരങ്ങൾ പോത്തുകൽ മേഖലയിൽ എത്തിയെന്നാണ് സംശയിക്കുന്നത്. വെള്ളിലമ്പാറ കോളനിയിൽ നിന്നാണ് 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഭൂതാനം മച്ചിക്കയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. വെള്ളിലമാട് നിന്ന് മൃതദേഹഭാഗം ലഭിച്ചിട്ടുണ്ട്. കുനിപ്പാറയിൽ 3 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയുടെ മൃതദേഹവും കണ്ടെത്തി. അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ കേരളത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉറപ്പു നൽകി. ദുരന്തത്തിൽ മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ അയൽ സംസ്ഥാനമായ കേരളത്തിന് യന്ത്രസാമഗ്രികളും മാനവശേഷിയും ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് സ്റ്റാലിൻ പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിരവധി ആളുകൾ മരിക്കാനിടയായത് വേദനാജനകമാണ്. പ്രദേശത്ത് ഇപ്പോഴും അനവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ത്വരിതഗതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ ഇവരെ എല്ലാം രക്ഷപ്പെടുത്താനാവുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും സ്റ്റാലിൻ പറഞ്ഞു. IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 2 സംഘങ്ങളെ സഹായിക്കാൻ തമിഴ്നാട് കേരളത്തിലേക്ക് അയക്കുന്നുണ്ട്. ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ടീമിനെയും കേരളത്തിലേക്ക് അയക്കുന്നതായി സ്റ്റാലിൻ പറഞ്ഞു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.